സയൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്താണ് വൈ ഡു അയോണിക് കോമ്പൗണ്ട്സ് ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ് അല്ലേ? ഹൈ മെൽറ്റിംഗ് പോയിൻറ്റ്സ് എന്തുകൊണ്ടാണെന്ന് അയോണിക് കോമ്പൗണ്ട്സിന് നമുക്കറിയാം. അയോണിക് കോമ്പൗണ്ട്സ് സാധാരണ സോളിഡ് സ്റ്റേറ്റിലായിരിക്കും നമ്മൾ പഠിച്ചു. കാരണം എന്താ, അവർ അയോണിക് കോമ്പൗണ്ട്സിൽ എന്തുണ്ട്, അയോൺസ് ഉണ്ട്. ഏതെല്ലാം അയോൺസ് ഉണ്ട്? പോസിറ്റീവ് അയോൺസ് ഉണ്ട്, നെഗറ്റീവ് അയോൺസ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഈ അയോണുകൾ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ ഹൈ ആയിരിക്കും. കാരണം ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലേ? അതുകൊണ്ട് തന്നെ ഇവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സോളിഡ് ആയിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഹൈ എനർജി ഉപയോഗിക്കണം അല്ലേ? എന്നിട്ട് എന്താക്കി മാറ്റണം, ലിക്വിഡാക്കി മാറ്റണം. ഹൈ എനർജി ഉപയോഗിക്കേണ്ടി വരും അല്ലേ? അതുകൊണ്ട് തന്നെ ഇവരുടെ എന്താണ്, അയോണിക് കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അയോണിക് കോമ്പൗണ്ട്സിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ഹൈ ആവാൻ കാരണം എന്താ, അയോണിക് കോമ്പൗണ്ട്സിൽ എന്തുണ്ട്, അയോൺസ് ഉണ്ട്. അയോൺസ് ഉള്ളതുകൊണ്ട് എന്താ കുഴപ്പം, അവർ എന്താണ് പരസ്പരം അട്രാക്റ്റീവ്. അതുകൊണ്ട് തന്നെ അവർ ക്ലോസ്ലി പാക്ഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അവരുടെ ഇടയ്ക്കുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത്രയും കൂടുതൽ ഹൈ എനർജി കൊടുത്തിട്ട് വേണം നമുക്കതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഒറ്റയ്ക്കായിട്ട് അതായത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാനായിട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ ടേംസ് മിനറൽസ് ഓർ ആൻഡ് ഗ്യാങ്. മിനറൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വേറെ ഒന്നുമല്ല, എന്താണ് അതായത് the natural materials in which metals or their compounds are found in earth are called. അതായത് നമ്മുടെ ഭൂമിയിൽ മിനറൽ ഏത് ടൈപ്പ് കോമ്പൗണ്ടിൽ കിടന്നാലും ആ കോമ്പൗണ്ടുകളെ മുഴുവനും നമ്മൾ എന്ത് വിളിക്കും, മിനറൽസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി എന്താണ് ഓർ എന്ന് പറയുന്നത് ഒരു മിനറലാണ്. പക്ഷെ എന്താണ്, ആ മിനറലിൻ്റെ പ്രത്യേകത എന്താണ്, ഏത് മിനറലിൽ നിന്നാണോ നമ്മൾ മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്നത്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്, ആ മിനറലിനെ മാത്രം നമ്മൾ എന്ത് വിളിക്കും, ഓർന്ന് വിളിക്കും. ഓക്കെ, അതായത് നമ്മൾ കമേഴ്ഷ്യൽ ലെവലിൽ, മനസ്സിലാവുണ്ടോ, കമേഴ്ഷ്യൽ ലെവലിൽ നമ്മൾ എന്താണ് നല്ല ലാഭകരമായിട്ട് പ്രോഫിറ്റബിളായിട്ട് നമ്മൾ മെറ്റലിനെ ഏത് മിനറലിൽ നിന്നാണോ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ആ മിനറലിനെ മാത്രം നമ്മൾ എന്ത് വിളിക്കുള്ളൂ, ഓർന്ന് വിളിക്കുള്ളൂ. ഇനി എന്താണ് ഗ്യാങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ മിനറൽ എടുക്കുമ്പോൾ മിനറലിൻ്റെ കൂടെ മണ്ണ്, ചെളി, അതുപോലെ ക്ലേ, അങ്ങനത്തെ കുറേ പല സാധനങ്ങൾ ഉണ്ടായിരിക്കില്ല. അതായത് അത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് അവർ വരും. അപ്പോൾ ഈ ഇമ്പ്യൂരിറ്റീസുകളെ മുഴുവനും നമ്മൾ മെറ്റൽ എക്സ്ട്രാക്ഷൻ്റെ ആ ഫീൽഡിൽ നമ്മൾ വിളിക്കുന്നത് എന്താണ്, ഗ്യാങ് എന്ന പേരിലാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി നെയിം 2 മെറ്റൽസ് വിച്ച് ആർ ഫൗണ്ട് ഇൻ നേച്ചർ ഇൻ ദ ഫ്രീ സ്റ്റേറ്റ്. ഫ്രീ സ്റ്റേറ്റിൽ എടുക്കുന്ന രണ്ട് മെറ്റൽ ഏതൊക്കെയായിരിക്കും, ഏത് മെറ്റലിലാണോ റിയാക്ടിവിറ്റി കുറഞ്ഞത് ആ മെറ്റലായിരിക്കും ഫ്രീ സ്റ്റേറ്റിൽ എടുക്കുക. ഏതാണ്, ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. അതുപോലെ വാട്ട് കെമിക്കൽ പ്രോസസ് ഈസ് യൂസ്ഡ് ഫോർ ഒബ്റ്റൈനിങ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓക്സൈഡ്. മെറ്റലിൻ്റെ ഓക്സൈഡിൽ നിന്ന് മെറ്റലാക്കി മാറ്റണം. മെറ്റലിൻ്റെ ഓക്സൈഡിൽ നിന്ന് നമ്മൾ മെറ്റലിനെ മാത്രം വേർതിരിച്ചെടുക്കണം അല്ലേ? ആ മെറ്റൽ ഓക്സൈഡിനെ മെറ്റലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ഓക്സിജൻ എടുത്ത് കളയണം അല്ലേ? ഓക്സിജൻ എടുത്ത് കളയണം പ്രോസസ്സിന് എന്താ പറയുക, റിഡക്ഷൻ അല്ലേ? റിഡക്ഷൻ. എക്സാമ്പിൾ എന്താണ്, സിങ്ക് ഓക്സൈഡ് റെഡ്യൂസ് ചെയ്യാം എന്ത് വെച്ചിട്ട്, കാർബൺ വെച്ച് റെഡ്യൂസ് ചെയ്യാം അല്ലേ? സിങ്ക് ഓക്സൈഡ് ഹീറ്റ് ചെയ്യുക, കാർബൺ വെച്ച് ഹീറ്റ് ചെയ്ത് എന്തുണ്ടാവും, കാർബൺ സിങ്ക് ഓക്സൈഡിലുള്ള ഓക്സിജനെ തട്ടിപ്പറിക്കും അല്ലേ? എന്നിട്ട് കാർബൺ മോണോക്സൈഡായി മാറും, സിങ്ക് ഫ്രീ ആയിട്ട് സിങ്ക് മെറ്റലായി മാറും. ഇവിടെ കാർബൺ നമ്മൾ എന്താ വിളിക്കുക, റിഡക്ഷൻ നടത്തുന്ന ആളായതുകൊണ്ട് അയാൾ നമ്മൾ വിളിക്കും റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് വിളിക്കും. അതുപോലെ കാർബൺ മാത്രമല്ല നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കാറ്, ചില മെറ്റൽസ് നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ശ്രദ്ധിക്കണം, എന്താണ്, ഏത് മെറ്റലിൻ്റെ ഓക്സൈഡാണോ നമ്മൾ എടുക്കുന്നത് അതിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായിരിക്കണം എന്തായിട്ട് ഉപയോഗിക്കുക, റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ എന്താണ്, അയൺ ഓക്സൈഡ്, അലുമിനിയം അല്ലേ? അലുമിനിയത്തിന് അയണേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അലുമിനിയം എന്ത് ചെയ്യും, അയണെ ഡിസ്പ്ലേസ് ചെയ്യും, അയണെ ഫ്രീ ആക്കും അല്ലേ? എന്നിട്ട് എന്തായി മാറും, അലുമിനിയം ഓക്സൈഡാക്കി മാറ്റും അല്ലേ? അപ്പോൾ അതും ഹൈ റിയാക്ടിവിറ്റി ഉള്ള മെറ്റൽസിന് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട്, നമ്മൾ റെഡ്യൂസിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഗോൾഡ് ഈസ് മെറ്റൽ ഓർ നോൺ മെറ്റൽ, അത് ചോദിക്കേണ്ട നമുക്ക് എന്താണ്, ആ ക്വസ്റ്റ്യനിൻ്റെ പ്രസക്തി ഇല്ലല്ലോ. എന്താണ്, അതൊരു മെറ്റലാണ് അല്ലേ? മെറ്റാലിക് ഓക്സൈഡ്സ് ഓഫ് സിങ്ക്, മഗ്നീഷ്യം ആൻഡ് കോപ്പർ വേർ ഹീറ്റഡ് വിത്ത് ദ ഫോളോയിങ് മെറ്റൽസ്. ഒരു ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ഡീറ്റെയിൽസ് ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ആ ബോക്സ് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നോക്കാം. മെറ്റൽ ഏതാണ്, സിങ്ക് ഓക്സൈഡ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു ഏത് വെച്ചിട്ട്,
സിങ്കിൻ്റെ കൂടെ ഹീറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും റിയാക്ഷൻ നടക്കുമോ? നടക്കില്ല. രണ്ടും സിങ്ക് അല്ലേ, സെയിം മെറ്റൽസാണ്. ഇനി മെഗ്നീഷ്യത്തിൻ്റെ കൂടെ സിങ്ക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? മെഗ്നീഷ്യത്തിന് പ്രത്യേകം എന്താ? ഇതിൽ ഏറ്റവും സിങ്ക്, മെഗ്നീഷ്യം, കോപ്പറിൽ മെഗ്നീഷ്യത്തിനാണ് ഏറ്റവും റിയാക്ടിവിറ്റി കൂടുതൽ. സെക്കൻഡ് സിങ്ക്, ലാസ്റ്റ് കോപ്പറാണ്. ഓക്കെ, മെഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്കിന് മെഗ്നീഷ്യം ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ, സിങ്ക് മെറ്റലിനെ കളയും. സിങ്കിന് അതിൻ്റെ ഉള്ളിൽ തട്ടിത്തെറിപ്പിച്ചിട്ട് മെഗ്നീഷ്യം ഓക്സൈഡ് ആവും, പ്ലസ് സിങ്കായി മാറും അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും. ഇനി കോപ്പർ ഇട്ട വല്ല റിയാക്ഷൻ നടക്കുമോ? റിയാക്ഷൻ നടക്കില്ല. കാരണം എന്താ? സിങ്കിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് കോപ്പർ. ഇനി മെഗ്നീഷ്യം ഓക്സൈഡിലേക്ക് സിങ്ക് ഇട്ട വല്ലതും നടക്കുമോ? നടക്കില്ല. കാരണം എന്താ? റിയാക്ടിവിറ്റി കുറവാണ് സിങ്കിന്. മെഗ്നീഷ്യം ഇട്ടാലോ സെയിം മെറ്റലാണ്, അപ്പോഴും റിയാക്ഷൻ നടക്കില്ല. കോപ്പർ ഇട്ടാലോ റിയാക്ടിവിറ്റി കുറവാണ് കോപ്പറിൻ്റെ മെഗ്നീഷ്യത്തിനേക്കാളും, അപ്പോഴും അവിടെയും റിയാക്ഷൻ നടക്കില്ല. ഇനി കോപ്പർ ഓക്സൈഡിലേക്ക് സിങ്ക് ഇട്ടാലോ റിയാക്ഷൻ നടക്കും. കാരണം സിങ്കിന് കോപ്പറിനേക്കാളും റിയാക്ടിവിറ്റിയാണ്, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കും. മെഗ്നീഷ്യം ഇട്ടാലോ മെഗ്നീഷ്യം എന്താണ്? ഡിസ്പ്ലേസ് ചെയ്യും. ആരെ? കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യും. കാരണം മെഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലാണ്. അടുത്ത റിയാക്ഷൻ, വിച്ച് മെറ്റൽസ് ഡു നോട്ട് കൊറോഡ് ഈസിലി? പെട്ടെന്ന് ദ്രവിച്ചു പോകാത്തത് ഏതാണ്? ഏതായിരിക്കും? റിയാക്ടിവിറ്റി കുറഞ്ഞത് അല്ലേ, ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. അതുകൊണ്ട് തന്നെ അവർ നേച്ചറിൽ എന്താണ്? ഫ്രീ ആയിട്ട് തന്നെ കെടുക്കുക അല്ലേ, ഫ്രീ സ്റ്റേറ്റിലാണ് കെടുക്കുക. വാട്ട് ആർ അലോയ്സ്? അലോയ്സ് എന്താണ്? അലോയ്സ് ഹോമോജീനിയസ്, പ്രത്യേകം എഴുതണം, ഹോമോജീനിയസ് മിക്സ്ചർ ഓഫ് 2 or more metals or non-metal. 2 or metals or a metal and non-metal. എങ്ങനെ വേണമെങ്കിൽ ആവാം. അതായത് ഒരു മെറ്റലോ വേറൊരു മെറ്റലായിട്ട് കൂടിച്ചേരോ, അല്ലെങ്കിൽ ഒന്നിലധികം മെറ്റലുമായിട്ട് കൂടിച്ചേർന്നാലും അത് അലോയാണ്. അല്ലെങ്കിൽ നോൺ മെറ്റലായിട്ടും അത് ഹോമോജീനിയസ് മിക്സ്ചറായിട്ട് കെടുക്കുകയാണെങ്കിലും അതിനെയും നമ്മൾ എന്ത് പറയും? അലോയ് എന്ന് വിളിക്കും. നമ്മളത് പഠിച്ചു. ഏതൊക്കെയാണ്? ബ്രാസ് പഠിച്ചിട്ടുണ്ട്, ബ്രോൺസ്. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ബ്രോൺസ്, അലോയ് ഓഫ് കോപ്പർ ആൻഡ് ടിൻ അല്ലേ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് വിൽ ഗീവ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഏതാണ് തരിക എന്നുള്ളത്. NaCl സൊല്യൂഷൻ ആൻഡ് കോപ്പർ ഡിസ്പ്ലേസ് ചെയ്യുമോ? കോപ്പറിന് സോഡിയത്തിന് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവുണ്ടോ? ഇല്ല. കാരണം എന്താ? കോപ്പറിന് സോഡിയത്തിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ്. മെഗ്നീഷ്യം, അലുമിനിയം മെറ്റൽ, മെഗ്നീഷ്യം ക്ലോറൈഡ് അലുമിനിയം മെറ്റൽ. അലുമിനിയത്തിന് എന്താണ്? മെഗ്നീഷ്യത്തിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ്. അയേൺ ആൻഡ് സിൽവറിന് നമുക്കറിയാം റിയാക്ടിവിറ്റി വളരെ കുറവാണ് അയേണേക്കാളും. അതുപോലെ തന്നെ സിൽവർ നൈട്രേറ്റ് ആൻഡ് കോപ്പർ മെറ്റൽ, നമുക്കറിയാം എന്താണ്? കോപ്പറിന് സിൽവറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യും? കോപ്പർ AgNO3യിൽ നിന്ന് Ag-നെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ പെയറിലാണ് എന്ത് നടക്കുള്ളൂ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കുള്ളൂ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്രിവെൻറ്റിങ് എൻ അയേൺ ഫ്രൈയിങ് പാൻ ഫ്രം റസ്റ്റിംഗ്? അയേൺ നമുക്കറിയാം അല്ലേ, റിയാക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അത് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഏത് മെത്തേഡാണ് റസ്റ്റിങ്ങിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്? അപ്ലൈയിങ് ഗ്രീസ് പറ്റുമോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ഫ്രൈയിങ് പാൻ ആണല്ലോ, അവിടെ ഗ്രീസ് അപ്ലൈ ചെയ്ത് നടക്കുമോ? നമുക്ക് റസ്റ്റ് ചെയ്യുന്നത് തടയാൻ പറ്റും, പക്ഷെ എന്താണ്? ഗ്രീസ് ഫുഡിൽ കലരാനുള്ള ചാൻസ് ഉണ്ട്. അപ്ലൈയിങ് പെയിൻറ്റ് പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഫുഡിൽ അത് പെയിൻറ്റ് കലരാനുള്ള ചാൻസ് ഉണ്ട്. അപ്ലൈയിങ് എ കോട്ടിങ് ഓഫ് സിങ്ക് അല്ലേ, അത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. കാരണം എന്താ? സിങ്കിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിങ്കിന് കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്കിൻ്റെ ഓക്സൈഡായിട്ട് അത് അവിടെ കിടന്നോളും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത്, an element reacts with oxygen to give a compound with high melting point. This compound is also soluble in water. Element is likely to be ഏതായിരിക്കും? likely to be ഏതാണ്? അതായത് ഒരു എലമെൻറ്റ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടായി? ഒരു കോമ്പൗണ്ട് ഉണ്ടായി, അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും കൂടുതലാണ്. അത് മാത്രമല്ല, അത് വെള്ളത്തിൽ അത് സോളിബിളാണ്, അത് ഡിസോൾവ് ചെയ്യുന്നതാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് കോമ്പൗണ്ട് ആയിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം കാൽഷ്യം ഓക്സിജനായിട്ട് കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാവും അല്ലേ. കാർബൺ മോണോക്സൈഡോ കാർബൺ ഡൈ ഓക്സൈഡോ ഉണ്ടാവാം. സിലിക്കൺ ആണെങ്കിലോ സിലിക്കൺ ഡൈ ഓക്സൈഡൊക്കെ ഉണ്ടാവാം അല്ലേ. അയൺ ആണെങ്കിലോ അയൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ 2 മെറ്റലാണ്. ഏതൊക്കെയാണ്? കാൽഷ്യത്തിൻ്റെ ഓക്സൈഡ് മെറ്റലുണ്ട്, അയൺ ഡൈ ഓക്സൈഡും മെറ്റലാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അയോണിക് കോമ്പൗണ്ട് ആയിരിക്കാം. അപ്പോൾ ഈ എയും ഡിയും എന്താണ്? അയോണിക് കോമ്പൗണ്ടാണ് അല്ലേ. അത് മാത്രമല്ല സോളിബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കുന്നതായിരിക്കാം. അയൺ ഡൈ ഓക്സൈഡ്, തുരുമ്പ് എന്ന് പറയുന്ന സാധനം എന്താണ്? വെള്ളത്തിൽ ലയിക്കുമോ? ഇല്ല. അപ്പോൾ ഏതായിരിക്കും ആൻസർ?
കാൽഷ്യം എന്ന എലമെൻ്റാണ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാക്കുക, ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള ഒരു അയോണിക് കോമ്പൗണ്ടും അതുമാത്രമല്ല അത് വാട്ടറിൽ സോളിബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കുന്നത് കാൽഷ്യം ആയിരിക്കും. അടുത്തത്, യു ആർ ഗിവൺ എ ഹാമർ, ബാറ്ററി, എ ബൾബ്, വയേഴ്സ് ആൻഡ് എ സ്വിച്ച്. ഹൗ വുഡ് യു യൂസ് ദം ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ സാമ്പിൾസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. അപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അത് മെറ്റലാണോ നോൺ മെറ്റലാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാം. assess the usefulness of these tests in distinguishing between the metals and non metals. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. മെറ്റലും നോൺ മെറ്റലും തിരിച്ചറിയാൻ വേണ്ടി നമുക്കറിയാം എന്താണ് മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും പ്രോപ്പർട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ. എന്താണ്, മെറ്റൽസ് ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ് വിത്ത് ഹാമർ വിത്തൗട്ട് ബ്രേക്കിംഗ്. അപ്പോൾ എന്താണ്, അടിക്കുമ്പോൾ എന്താണ് അത് മെറ്റൽസിനെ നമുക്ക് തിൻ ഷീറ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ല ഒരു ഏത് സബ്സ്റ്റൻസ് ആണോ തിൻ ഷീറ്റ് ആകുന്നത് അതിനെ നമ്മൾ മെറ്റൽ എന്ന് വിളിക്കും അല്ലേ. മറ്റേതൊക്കെ എന്തായിരിക്കും, നോൺ മെറ്റൽ. തിൻ ഷീറ്റ് ആക്കാൻ പറ്റില്ല നോൺ മെറ്റൽസ് കനോട്ട് ബി ബീറ്റൺ വിത്ത് ഹാമർ ടു ഫോം തിൻ ഷീറ്റ്. നോൺ മെറ്റൽസ് ബ്രേക്ക് ഇൻ ടു പീസസ് വൺ ഹാമേഡ്. ഉണ്ടോ, നോൺ മെറ്റൽസ് ആകുമ്പോൾ അതിനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും, ഹാമർ ചെയ്ത് എന്തുണ്ടാവും, അത് പൊട്ടിപ്പോവുള്ളൂ. മെറ്റൽസ് ആർ മാലിയബിൾ വൈൽ നോൺ മെറ്റൽസ് ആർ നോൺ മാലിയബിൾ അല്ലേ, അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. When metals are connected to circuit using battery, bulb, wires and switch, current passes through the circuit and bulb glows അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ അല്ലേ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററിയും ബൾബും അതുപോലെ സ്വിച്ചൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാക്കാം, അതിൽ നമുക്കറിയാം മെറ്റൽസിൻ്റെ എന്താ പ്രത്യേകത, അത് ഗുഡ് കണ്ടക്ടേഴ്സാണ്. നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, പുവർ കണ്ടക്ടേഴ്സാണ് അല്ലേ, കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. പിന്നെ എന്താണ്, നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ്ഫുൾനെസ് അല്ലേ. ബിക്കോസ് ഓഫ് മാലിയബിലിറ്റി മെറ്റൽസ് ക്യാൻ ബി കാസ്റ്റഡ് ഇൻ ടു ഷീറ്റ്സ്. എന്താണ്, മെറ്റൽസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷീറ്റ് ആക്കാൻ പറ്റും. അതുപോലെ മെറ്റൽസ് നല്ല ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. സോ ദീസ് ക്യാൻ ബി യൂസ് ഫോർ ഇലക്ട്രിക്കൽ കേബിളിൽ നമ്മൾ എന്താണ് മാലിയബിലിറ്റി എന്നുള്ള ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇലക്ട്രിക്കൽ കേബിളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുമാത്രമല്ല അതിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നുള്ള കഴിവും ഉപയോഗിച്ചുകൊണ്ട് അല്ലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.